നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ നമ്മൾ റോഡിലും അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും ഒക്കെ വലിച്ചെറിയാതെ നല്ല അടിപൊളിയായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഒരു വിദ്യയാണിത്. അപ്പോൾ ഇത് ബയോബിന്നാണ്. ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. വെറും 160 രൂപ മാത്രമേ എനിക്ക് ഇതിന് ചിലവായിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്കും ഇതേപോലെയുള്ളതായ ബയോബിന്നൊക്കെ നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ്. അപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്നാൽ മെമ്പറിൻ്റെ ഗ്രൂപ്പിലൊക്കെ നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ അന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ മെസ്സേജ് ഇടും. അപ്പം നമുക്ക് അതിനനുസരിച്ച് ആ പൈസ കൊണ്ടുവന്ന് അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മൾ അടയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കാലം പിടിക്കും കേട്ടോ. ഞാനൊരു 6 മാസത്തിൽ കൂടുതലായി നമ്മളിത് ബുക്ക് ചെയ്തിട്ട് ഇപ്പോഴാണ് എൻ്റെ കൈവശം കിട്ടിയത്. ഒരു 50 പേർക്കോളം ആണെന്ന് തോന്നുന്നു രണ്ടാമത്തെ ട്രിപ്പിൽ കൊടുത്തത്. അപ്പോൾ എനിക്കും അങ്ങനെ കിട്ടി. അപ്പോൾ വീട്ടിലെ വേസ്റ്റുകളെല്ലാം നമുക്കിതിനകത്തിട്ടിട്ട് നല്ല അടിപൊളി കമ്പോസ്റ്റ് ഉണ്ടാക്കി നമുക്ക് നമ്മുടെ കൃഷികൾക്കൊക്കെ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് 3 തട്ടായിട്ടാണ് ഉള്ളത്. സംഭവം 3 ബക്കറ്റാണ്. അതിൻ്റെ അടപ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം നമുക്ക് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ കൃഷിഭവനിൽ നിന്നോ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ വീടുകളിൽ കൊണ്ടുവന്ന് തരത്തില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിയാനും അതേപോലെ തന്നെ നമുക്ക് കിട്ടാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർ പറയുന്നതായ ഡേറ്റിൽ നമ്മൾ പൈസ കൊണ്ട് അടയ്ക്കുകയോ അല്ലെങ്കിൽ കരമടച്ച റെസിപ്റ്റ് കൊണ്ടുവന്ന് അടയ്ക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയാതെ റോഡിലൊന്നും കെട്ടിക്കൊണ്ടൊന്നും എറിയാതെ ഇങ്ങനെ നമുക്ക് കമ്പോസ്റ്റാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു അടുക്കളത്തോട്ടം അല്ലെങ്കിൽ പച്ചക്കറി തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു 3 ബക്കറ്റാണ് സംഭവം. അപ്പോൾ ഏറ്റവും മേളിൽ ദാണ്ട് ഇങ്ങനെ ഒരു അടപ്പുണ്ട്. അത് എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ദാണ്ട് ഇതിനകത്ത് ഇവിടെയും നല്ലൊരു ഹോൾസൊക്കെ ഉള്ള അടപ്പാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ ബക്കറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്തും ഉണ്ട് കണ്ടോ. ഇത് 3ആയിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. കണ്ടില്ലേ, 3 പാർട്ടായിട്ട് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ പെരയ്ക്കകത്തൊന്നും വെക്കണമെന്ന് ഞാൻ പറയത്തില്ല. എന്തായാലും വേസ്റ്റ് അല്ലേ, എന്തായാലും ചെറിയ സ്മെല്ലൊക്കെ വരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറിയ ഹോൾസൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ദൂരം മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് വേസ്റ്റ് ഇടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു ചാക്ക് ഇനോക്കുലം എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കാം. അത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ചാക്ക് ഇനോക്കുലം കിട്ടിയിട്ടുണ്ട്, കൊയർപ്പിറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ നൂലൊക്കെ നമുക്ക് എടുത്തതിന് ശേഷം അതുകൂടെ കാണാം. അപ്പം ഇതാണ് ഇനോക്കുലം എന്ന് പറയുന്നത് സംഭവം. കണ്ടോ, ഇത് ചകിരിച്ചോറും ഒക്കെ തന്നെയാണ് സംഭവം. ഇത് നല്ല പുട്ടിന് നനച്ച് വെച്ചേക്കുന്ന മാതിരി ആയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബക്കറ്റിനകത്തോട്ട് ഒരു 2-3 പിടി ഇനോക്കുലം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു നിരപ്പായിട്ട് കിടക്കണേ. ഒരു 3 പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കിച്ചണിലെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ വേറെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ബക്കറ്റിനകത്ത് കലത്തിനകത്തൊക്കെ നമ്മളുണ്ടാക്കുന്നതായ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ബയോബിൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. അതിനകത്ത് നമ്മൾ കുറച്ച് വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേളിൽ വീണ്ടും ഇനോക്കുലം ഇടുക. അതിൻ്റെ മേളിൽ വീണ്ടും നമ്മുടെ ഡെയിലി എടുക്കുന്നതായ കിച്ചണിലെ വേസ്റ്റ് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ പൊടിച്ചിട്ട് വേണം ഇടാൻ. അതേപോലെ എന്തായാലും ഇടരുത്. കിച്ചണിലെ എല്ലാ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് എല്ലാം ഇതിനകത്ത് ഇടാവുന്നതാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഇട്ടതിന് ശേഷം കുറച്ച് ഇനോക്കുലം അതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കാം. എപ്പോഴും വന്ന് തുറന്ന് നോക്കി ഇതിനകത്ത് തലയിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും വേസ്റ്റ് അല്ലേ, കുറച്ച് പുഴുക്കളൊക്കെ എന്തായാലും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രവർത്തനമൊക്കെ നടക്കുകയുള്ളൂ. നമ്മൾ വേസ്റ്റാണല്ലോ ഇടുന്നത്, സ്വർണ്ണവും വെള്ളിയൊന്നും അല്ലല്ലോ. അപ്പോൾ എന്തായാലും പുഴുക്കളുണ്ടാവും. അതിനകത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പുഴുവിനെ കണ്ടിട്ട് അയ്യോ പുഴു എന്ന് പറഞ്ഞിട്ട് പേടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ കോഴി ഉണ്ടെങ്കിൽ കോഴിക്ക് വേണമെങ്കിൽ ആ പുഴുക്കളെയൊക്കെ കൊടുത്താൽ അവർക്ക് നല്ലൊരു തീറ്റയാണ്. അപ്പോൾ നമ്മൾ ഡെയിലി വന്ന് തുറക്കരുത്. കിച്ചണിലെ വേസ്റ്റെല്ലാം നമ്മൾ വൈകുന്നേരത്തെ സമയം വരെ നമ്മൾ വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പം കൊണ്ടുവന്ന് ഇതിനകത്ത് നിക്ഷേപിക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. എന്നും ഇതേപോലെ വേണം ചെയ്യാനായിട്ട്. വൈകുന്നേരം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സമയം ക്ലിപ്തപ്പെടുത്തിക്കൊണ്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ഈ ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ ഈ ബക്കറ്റിനെ എടുത്ത് നമ്മൾ ഏറ്റവും അടി വെക്കുക. എന്നിട്ട് ഈ രണ്ടാമത്തെ ബക്കറ്റിനെ എടുത്തിട്ട് മേലോട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ 3 ഒക്കെ നിറഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ അടിഭാഗത്തുള്ളതായ വേസ്റ്റ് കമ്പോസ്റ്റായിട്ട് മാറിയിരിക്കും. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പരിപാടി നടക്കുകയും അതുപോലെ നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക.
പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുക, നമുക്ക് എല്ലാവർക്കും കൂടെ അത് മനസ്സിലാക്കുമ്പോൾ എളുപ്പമായിരിക്കും ഈ പരിപാടിയൊക്കെ. അപ്പോൾ ആരും വേസ്റ്റൊന്നും വെറുതെ വലിച്ചെറിഞ്ഞ് കളയത്തൊന്നുമില്ല. അപ്പോൾ ഈ ഇനോക്കുലം നമ്മൾ ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ ഇനോക്കുലം തീർന്നു പോയെന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്പോസ്റ്റ് ആവുന്നതുണ്ടല്ലോ ഒന്ന് അരിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് ഇടഞ്ഞു വെച്ചിട്ട് അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പിന്നെ ഇനോക്കുലം എന്നും പറഞ്ഞിട്ട് നമുക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഇതേപോലെ നമ്മൾ ലെയറായിട്ട് ഇട്ട് കൊടുത്താൽ കമ്പോസ്റ്റ് ആയിക്കോളും. ഇനോക്കുലം ഇതിനകത്ത് ഇടുന്നത് കൊണ്ട് നമ്മൾ ഈ ഡീകമ്പോസ്റ്റ് ആവുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അഥവാ ഇനോക്കുലം ഇല്ലയെന്നുണ്ടെങ്കിൽ ചാണകവെള്ളം വേണമെങ്കിൽ ചെറുതായിട്ട് തളിച്ചു കൊടുക്കാം. പക്ഷേ എങ്കിൽ ഒരുപാട് വെള്ളം നനവ് ഇതിനകത്ത് ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. വെള്ളം നനവ് കൂടുതലുണ്ടെങ്കിൽ ഇത് ഡീകമ്പോസ്റ്റ് ആവാനായിട്ട് കുറേ സമയം എടുക്കും. തന്നെയല്ല ചെളി മാതിരി കിടക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ വേസ്റ്റ് ഇടുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് ഡ്രൈ ആക്കി ഇടാന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ ഒരു ദിവസമെങ്കിലും ഒന്ന് കുറച്ച് നേരമെങ്കിലും ഒന്ന് വെയിലത്ത് ഇട്ടതിന് ശേഷം ഇടാന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് നല്ല പൊടിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി പൊടിയായിട്ട് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഇത്രയും കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വേസ്റ്റെല്ലാം ഇട്ടതിന് ശേഷം ദാണ്ട് ഇങ്ങനെ അടച്ചങ്ങ് വെച്ചിരിക്കുക. പിന്നെ ഇത് നെറ്റ് രൂപത്തിലുള്ളതായ അടപ്പായതുകൊണ്ട് നമ്മൾ മഴ പെയ്യുന്നിടത്തോ വെള്ളം വീഴുന്നിടത്തോ ഒന്നും വെക്കാതിരിക്കുക. വെള്ളമൊക്കെ വീണാൽ വളരെ മോശമായ കണ്ടീഷനായിരിക്കും ഇതിനകത്ത് കാണുന്നത്. നമുക്ക് പൊടിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മഴവെള്ളം ഒന്നും വീഴാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ബയോബിന്നൊക്കെ കിട്ടിയവരൊക്കെ കാണുമായിരിക്കും അല്ലേ? അപ്പം നിങ്ങളും ഇതേപോലെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ ഇനോക്കുലം ഇട്ടപ്പോൾ നല്ലതുപോലെ പൊടിയായിട്ട് വന്നോ? നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടിയോ? പിന്നെ അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും ചേർത്തോ എന്നൊക്കെ ഉള്ളതായ വിവരങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ പറയുകയെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതൊന്ന് പ്രയോജനപ്പെടും. അപ്പം നമുക്ക് നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും. എല്ലാവർക്കും അത് ഉപകാരപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രോ ബാഗുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇനം വിത്തുകളും അതേപോലെ തന്നെ നല്ല ഗ്രോ ബാഗും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്താൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.